ടോണി അച്ചായൻ തട്ടിപ്പുകാരനായിരുന്നു. ചിലർക്കെങ്കിലും സംശയമുണ്ടാകും. സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കണ്ടവരിൽ ചിലരൊക്കെ ടോണി അച്ചായനെതിരെ കമന്റ് ഇട്ട് തകർക്കുന്നുണ്ട്. അച്ചായൻസ് ഗോൾഡ് ഉടമ ടോണി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ നൂറുകണക്കിന് വീഡിയോകൾ യൂട്യൂബിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായം ലഭിച്ചവർക്ക് ഒരു പ്രത്യേകതയുള്ളതായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർ സമൂഹത്തിലെ അതിദരിദ്രരാണെന്ന പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ വെള്ളമോ വെളിച്ചമോ അടച്ചുറപ്പുള്ള മുറികളോ ഇല്ലാതെ ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് മറച്ചതോ ഓല കൊണ്ട് മറച്ചതോ ഒക്കെയായിട്ടുള്ള കുടിലുകളിൽ കഴിയുന്നവരായിരിക്കും അവരൊക്കെയും. ഇപ്പോഴും ഇങ്ങനെയും ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ എന്നറിയുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെയാണ്. അത്രമേൽ ദരിദ്രരായവർക്കാണ് അദ്ദേഹം 40-ൽ പരം വീടുകൾ വെച്ച് നൽകിയത്. എത്രയോ പേർക്ക് പഠന സഹായവും വിവാഹ സഹായവും ചികിത്സാ സഹായവും നൽകുന്നുണ്ട്. 1000-ഉം 10,000-ഉം ഒന്നുമല്ല, ലക്ഷക്കണക്കിന് കാശാണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം ഇതൊക്കെ ദാനം കൊടുത്തിട്ട് അതിൻ്റെ വീഡിയോകൾ എടുത്ത് എന്തിന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നാണ് കുറേ പേർ ചോദിക്കുന്നത്. അദ്ദേഹം അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ 2 നേട്ടങ്ങൾ ഉണ്ടാകാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ കച്ചവടത്തിന് ഇതിലൂടെ മാർക്കറ്റ് ഉണ്ടായേക്കാം. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ വഴി വരുന്ന വരുമാനം ലഭിക്കുന്നു. അതിനെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ മോശമായി ചിത്രീകരിക്കുന്നത്? ഇങ്ങനെ വരുമാനം കിട്ടുന്നത് കൊണ്ടല്ലേ അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്നത്. അല്ലാതെ വീട്ടിൽ നോട്ടിരട്ടിപ്പിക്കൽ മെഷീനോ പണം കായ്ക്കുന്ന മരമോ ഒന്നും ഉണ്ടാകില്ലല്ലോ. സീക്രട്ട് ഏജന്റ് മാസാമാസം ലക്ഷക്കണക്കിന് വരുമാനമുള്ള യൂട്യൂബറാണ്. ഇതുപോലെ ആളുകളെക്കുറിച്ച് അപവാദം പറഞ്ഞു നേടുന്ന ഈ പൈസയിൽ നിന്നും ഒരു നയാ പൈസ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതായി ആരും നാളിതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ചെയ്യാനുള്ള സാധ്യതയുമില്ല. അങ്ങനെയുള്ളവർ എന്തിനാണ് പാവങ്ങൾക്ക് കിട്ടുന്ന ഈ സഹായങ്ങളെ ഇല്ലാതാക്കുന്നത്? ടോണി അച്ചായനിട്ട് അടിക്കാൻ കാത്തിരുന്നവർക്ക് കിട്ടിയ ഒരു പിടിവള്ളിയായിരുന്നു ലൈഫ് പദ്ധതിയിൽപ്പെട്ടതെന്ന് പറഞ്ഞ് കാണിച്ച ഒരു വീട്. സത്യത്തിൽ ആ വീട്ടുകാരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ച ഒരു ധാരണാപിശകായിരുന്നു അത്. സർക്കാരിൻ്റെ 4 ലക്ഷം വാങ്ങിയിട്ട് അതുപോലൊരു വീട് മുഴുവൻ പണിയും തീർത്ത് നല്ല ഒന്നാം തരം ടൈലും വിരിച്ച് പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് എല്ലാ പേർക്കും അറിയാം. സീക്രട്ട് ഏജന്റിനും അറിയാം. ഇന്നത്തെ കാലത്ത് 4 ലക്ഷം രൂപ കൊണ്ട് ആ വീടിൻ്റെ എത്രത്തോളം പണി തീർക്കാൻ പറ്റുമെന്ന് സീക്രട്ടായെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു. എന്നിട്ട് വീഡിയോ ചെയ്യുന്നതായിരുന്നു ഏജന്റ് നല്ലത്. ആ വീട് ഇത്ര മനോഹരമാക്കിയത് ടോണി അച്ചായൻ്റെ പൈസയ്ക്ക് തന്നെയാണെന്ന് ആ വീട്ടുകാർക്ക് പറയാമായിരുന്നു. പൈസ വാങ്ങുമ്പോൾ കാണിച്ച നന്ദിയും സ്നേഹവും ഇപ്പോഴെങ്കിലും ഇങ്ങനെയെങ്കിലും കാണിക്കണമായിരുന്നു. നമുക്ക് എത്ര പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും? എത്ര പേർക്ക് നമ്മൾ മരുന്ന് വാങ്ങാൻ പണം നൽകിയിട്ടുണ്ട്? ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത നമ്മൾ എത്ര മനോഹരമായാണ് ഇതൊക്കെ വർഷങ്ങളായി ചെയ്യുന്ന ഒരു മനുഷ്യനെ കല്ലെറിയുന്നത്. സീക്രട്ട് ഏജന്റ് കുറച്ച് അതിദരിദ്രരായവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം നൽകട്ടെ. എന്നിട്ട് പോരെ അദ്ദേഹത്തെ കല്ലെറിയാനും അതിലൂടെ വീണ്ടും പണം സമ്പാദിക്കാനും പോകുന്നത്.